എല്ലാവരുടെയും ഉപദേശം സ്വീകരിക്കാൻ നിൽക്കരുത്. നിന്നെ ഉപദേശിക്കുന്ന എല്ലാവരും നിന്റെ നന്മ ആഗ്രഹിക്കണമെന്നില്ല. നിനക്ക് വിശ്വാസമുള്ള ഒരാളുടെ ഉപദേശം സ്വീകരിക്കാം. അവിടെയും എപ്പോഴും ഓർക്കുക, ജീവിതം നിൻ്റേതാണ്. ശാന്തമായിരിക്കുക, സാഹചര്യങ്ങളെ വിലയിരുത്തുക. കേട്ട ഉപദേശങ്ങളും നിന്റെ ജീവിതവും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നിന്റെ ഉള്ളം എന്താണ് പറയുന്നതെന്ന് കേൾക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എല്ലാവരിൽ നിന്നും സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക, എന്നാൽ 1000-ൽ ഒരുവനിൽ നിന്നേ ഉപദേശം സ്വീകരിക്കാവൂ. ജീവിതത്തിൽ വരാവുന്ന ഒരു വലിയ സങ്കടം, നമ്മൾ സ്നേഹിക്കുന്ന പോലെയല്ല നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മെ സ്നേഹിക്കുന്നതും കരുതുന്നതും എന്ന തിരിച്ചറിവാണ്. അതുകൊണ്ടാകണം സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നുവെന്ന് ദൈവാത്മാവിനാൽ പ്രേരിതനായി വിശുദ്ധ പൗലോസ് എഴുതിയത്. തിരിച്ചു കിട്ടുന്നത് എന്താണെങ്കിലും സ്നേഹിച്ചു കൊണ്ടേയിരിക്കുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനായെങ്കിൽ എത്ര നന്നായേനെ. ഈശോയെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് യൗസേപ്പ് ഈജിപ്തിലേക്ക് പോകുന്ന നിമിഷങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഈശോയെയും മറിയത്തെയും സംരക്ഷിക്കാൻ ജീവനും ജീവിതവും കൊടുത്തവൻ്റെ പേരാണ് യൗസേപ്പ്. അധികമൊന്നും അയാളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. നിശബ്ദതയിൽ യൗസേപ്പ് തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായി. വാക്കുകൾ ജീവിതമാക്കി കുടുംബത്തിന് കാവലാകുന്ന എല്ലാവർക്കും യൗസേപ്പിൻ്റെ മുഖമാണ്. തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ കുടുംബത്തിന് വേണ്ടി നീ ജീവിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, നീയും മറ്റൊരു യൗസേപ്പാണ്.